ADGP RSS കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി. LDF-ലെ അസംതൃപ്തരെ UDF-ലേക്ക് ക്ഷണിക്കുന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, അതില് മുന്നണി ബന്ധമൊന്നും അല്ല പ്രശ്നം. പൊതുസമൂഹം പൊതുവില് ഇത്തരം കാര്യങ്ങൾ എന്ത് നടന്നു എന്നുള്ളത് അറിയാതെ വളരെ ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത്. ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു, പൂരം അത് സാധാരണ പോലെ നടന്നില്ല, അത് ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് എന്ന ആരോപണം വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ്, വിവരം ലഭിക്കേണ്ട അവകാശമാണ്. അത് സർക്കാർ കൊടുക്കുക തന്നെ വേണം. UDF ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ. LDF-ലെ കക്ഷികളും LDF-ലെ എല്ലാവരും ഒരുപോലെ ഇത് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നു, ചർച്ച നടന്നു, അതുകൊണ്ട് പൂരം കലങ്ങി, അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക റിസൾട്ട് വന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് മുന്നണി ഭേദമന്യേ എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചല്ലോ, ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പൊതുഅഭിപ്രായമാണ് എന്നർത്ഥം. അല്ല, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്, ഇപ്പൊ പറയാൻ കഴിയില്ല. നേതാവ് BJP-ക്ക് പോകുന്നവർക്ക് ഇന്നൊരു മാധ്യമത്തിൽ വാർത്ത കണ്ടിരുന്നു. ഒരു മുതിർന്ന നേതാവ് കൂടി BJP-യിലേക്ക് പോകുന്നുള്ളതാണ് അല്ല, വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷേ അങ്ങനെ ആരും അധികം കോൺഗ്രസ് പോയി കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല, കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ BJP-ക്ക് പകരമായി അനവധി MP-മാരുമായി പാർലമെൻറ്റിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഒരു BJP-യേതര സർക്കാർ ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ കോൺഗ്രസ് തന്നെയാണുള്ളത്. ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ പോയാലും ഒന്നും അതിനൊരു പോറൽ കേൾക്കില്ല. VD സതീശൻ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് V. മുരളീധരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2006-ലും 2010-ലും ഒക്കെ ആയിട്ട് പലതവണയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ 2006-ന് ശേഷം നദിയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. VD സതീശൻ പിന്നെ എന്തെല്ലാം റോളിൽ വന്നു. ഇപ്പം ഇനി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളല്ലേ. കറണ്ട് ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പോൾ ഓക്കെ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.